സാറ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രഭി എന്നാണ്. അബ്രഹാമിൻ്റെ പ്രധാന ഭാര്യയും അർദ്ധ സഹോദരിയുമാണ്. ഉൽപ്പത്തി 20:12 കൽദയരുടെ ഊരിൽ നിന്നും അബ്രഹാമിനോടൊപ്പം വാഗ്ദത്ത നാടായ കനാനിലേക്ക് പുറപ്പെട്ടു. ക്ഷാമം നിമിത്തം അവർ മിസ്രൈമിലേക്ക് പോയി. സാറയുടെ സൗന്ദര്യം തനിക്ക് അപകടകരമാവുമെന്ന് കരുതി സാറയെ സഹോദരിയെന്ന് അബ്രഹാം പറഞ്ഞു. സാറയുടെ സൗന്ദര്യത്താൽ ആകൃഷ്ടനായ ഭർവോൻ സാറയെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും യഹോവ പീഡിപ്പിക്കപ്പെടുകയാൽ ഇരുവരെയും വിട്ടയച്ചു. ഉൽപ്പത്തി 12:10-20 പിന്നീട് ഗരാർ രാജാവായ അബീമേലെക്കും സാറയെ കൊട്ടാരത്തിൽ കൊണ്ടുപോയെങ്കിലും മടക്കി അയച്ചു. ഗരാർ രാജാവ് അബ്രഹാമിന് ധാരാളം സമ്പത്ത് നൽകി. 20:2-14 വന്ധ്യത സാറയെ നിന്ദാപാത്രമാക്കി. അവൾ തൻ്റെ മിസ്രയീമി ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന് വെപ്പാട്ടിയായി നൽകി. ഹാഗാർ ഗർഭിണിയായപ്പോൾ താൻ നിന്ദിത എന്ന് തോന്നി സാറ ഹാഗാറിനെ പീഡിപ്പിച്ചു. ഹാഗാർ അവിടെ നിന്ന് ഓടിപ്പോയെങ്കിലും മടങ്ങിവന്ന് ഇസ്മായേലിനെ പ്രസവിച്ചു. 90 വയസ്സുള്ളപ്പോൾ സാറായുടെ പേര് സാറ എന്നു മാറ്റി. 1 വർഷത്തിനുള്ളിൽ മകൻ ജനിക്കുമെന്നുള്ള ദൈവീക വാഗ്ദാനപ്രകാരം വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം 17:16, 18:9-15 21:1-3 ഇസഹാക്കിൻ്റെ ജനനത്തോടുകൂടി സാറയുടെ നിന്ന മാറി. സാറായുടെ ആഗ്രഹപ്രകാരം അബ്രഹാം ഹാഗാറിനെയും പുത്രനെയും പുറത്താക്കി. 21:10-12 സാറ മരിക്കുമ്പോൾ അവൾക്ക് 127 വയസ്സായിരുന്നു. കിര്യത്തർബയിൽ വെച്ച് മരിച്ച സാറയെ അബ്രഹാം വിലയ്ക്ക് വാങ്ങിയ മക്പേല ഗുഹയിൽ അടക്കം ചെയ്തു. ഉൽപ്പത്തി 23:1 ഇസ്രായേൽ ജനത്തിൻ്റെ മാതാവായി യെശയ്യാ പ്രവാചകൻ സാറായെ പറഞ്ഞിട്ടുണ്ട്. 51:2 അബ്രഹാമിൻ്റെയും സാറായുടെയും വിശ്വാസം നീതിയായി കണക്കിട്ടു. റോമാലേഖനം 4:19 വാഗ്ദത്ത മക്കളുടെ മാതാവാണ് സാറ. റോമാലേഖനം 9:9 വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ സാറയുടെ പേരുണ്ട്. എബ്രായലേഖനം 11:11 ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ സാറ മാതൃകയാണ്. 1 പത്രോസ് 3:6 ആശേരിൻ്റെ പുത്രിയായിട്ട് സംഖ്യാപുസ്തകം 26:46 മറ്റൊരു സാറയെ നാം കാണുന്നുണ്ട്.